പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ദേവിയാണ് കേട്ടാ. ഇവളെ കല്യാണം കഴിച്ചത് ചേളാരിക്കാണ്. ഓൾ ഇന്നലെ ഓണത്തിന് വന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ 16-ാം മകം വരെ പൂവിടലുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇന്നും കൂടി പൂവ് വെച്ചിട്ട് കുട്ടികൾക്ക് പൂവ് പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടാ. മോളില് വലിയ ചെമ്പരത്തിയാണ്. എന്താ അമ്മണ്ടോ ആ വെള്ള പൂ? ഇതാണ് ചേഞ്ച് റോസ്. ഇവിടെ ചേഞ്ച് റോസ് എന്നാ പറയാ. വേണ്ട അത് ആ പൂ പൊട്ടിക്കുമ്പോ ഇതാണ്. അപ്പൊ അമ്മതല്ല ചേഞ്ച് റോസ്. അമ്മ തട്ടെ ഇതല്ലട ചേഞ്ച് റോസ്. ഏയ് ഞാൻ പഠിച്ചല്ലേ ഫോൺ ഇതാ. പൂവ് നല്ല രസല്ലേ? ആ രസമുണ്ട്. ചേഞ്ച് റോസ് അത് വേറെ കളറാവും. വൈകുന്നേരത്തിന് റോസ് കളർ ഒക്കെ ആവും. അപ്പൊ മുറ്റത്ത് ഇതാണ് കേട്ടോ ഞങ്ങളെ വലിയ കൊട്ടാരം. ആ മുളക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പൊട്ടിക്കണം ചീനമുളക്. ഇതിനിവിടെ ചീനമുളക് നട്ടൻ ഞങ്ങൾ പറയാ. ഈ ചെറിയ മുളക് ഇല്ലേ, ചീനമുളക് എന്ന് അതിന് പറയാം. നല്ല എരിവാണ്. പച്ചമുളകിൻ്റെ ഉപയോഗം തന്നെ. പൂച്ചവാല്, മഞ്ഞക്കോളാമ്പി, പലതരം റോസ്. മക്കൾ പൂവൊക്കെ പൊട്ടിച്ചിട്ടാ ആ ടെറോണിയ. അപ്പൊ മക്കൾക്ക് ഈ ഓണത്തിന് പൂക്കളൊക്കെ പറിക്കാനും ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ? എൻ്റെ മക്കൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. മറ്റൊരു രണ്ടാളും ഇല്ല. എന്നാലും എന്താ പറയാ, അവരുടെ ഒരു വിധിയാണ് അത്. ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ടത്. ഇവിടെ രണ്ടാളും അവിടെ രണ്ടാളും അല്ലാത്തൊരു ജീവിതമാണ്. എൻ്റെ മക്കളെന്താ ചെയ്യണമെന്നൊന്നും അറിയില്ല. എന്താ പറയേ. അപ്പോൾ ചേച്ചിയുടെ അനിയത്തിയുടെ മക്കൾ നടന്ന് പൂക്കളൊക്കെ പറിക്കുകയാണ്. നല്ല പൂക്കൾ ഒരുക്കാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ എപ്പോഴെങ്കിലും പൂട്ടുമ്പോഴേ വരുള്ളൂ കേട്ടോ. അപ്പം നമ്മളുടെ സങ്കടങ്ങളും കാണിച്ചിങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അച്ഛൻ കുറച്ച് പച്ചമീൻ പോയതാണ്, കിട്ടിയില്ല. അപ്പോൾ ഉണക്കസ്രാവാണ് കിട്ടിയത്. അത് വാങ്ങി കൊണ്ട് കൊടുത്തു. പിന്നെ എൻ്റെ മോള് അനിയത്തിയുടെ മോളെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കാണ് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കിയിട്ട് ഇവിടെ ചിക്കൻ ഉണ്ടാക്കിയാണ് കേട്ടോ. ഓണാണ്. അപ്പം ചിക്കൻ പൊരിച്ചതും ചിക്കൻ വരട്ടിയത്, പിന്നെ കിച്ചടി, അവിയൽ, എരിശ്ശേരി, മത്തങ്ങ, പിന്നെ പച്ചടി, പയർ, അങ്ങനെ എല്ലാ ഐറ്റംസും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണത്തിന് എല്ലാവരും വരുമ്പോൾ അവർക്ക് അതൊക്കെ ഒരു ഓർമ്മയല്ലേ, അത് വിചാരിച്ചിട്ട്. പിന്നെ സേമിയായിരുന്നു കേട്ടോ, പായസം. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ആദ്യം ചോറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം അമ്മ പറഞ്ഞു വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഐറ്റവും കുറച്ച് വിളമ്പിയിട്ട് വേറെ അങ്ങോട്ട് വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ടാ പിന്നെ നമ്മളെല്ലാവരും കഴിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ തന്നെ ഹാളിൽ പായ ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ ഇരുത്തുന്നത്. ഇവിടെ ടേബിൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പഴയ വീടാണ്. ഇവിടെ ടേബിൾ ഉണ്ടായാൽ തന്നെ ഇടാനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് ചെറിയൊരു ഹാള് പോലെ ഉള്ള ഒരു ഇടനാഴിക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മക്കൾക്ക് പായൊക്കെ ഇട്ടിട്ട് ഇരുത്തുകയാണ് കേട്ടോ. അപ്പം അമ്മ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇലയിൽ തന്നെ ഇലയൊക്കെ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നബിദിനം കൂടിയാണല്ലോ. നമ്മളുടെ ഇവിടെ ഇന്ന് നബിദിനാണ്. അപ്പോൾ നബിദിന ആശംസകളും പറയുകയാണ്. നമ്മുടെ ചാനൽ കണ്ടിഷ്ടാവുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജീവിക്കാൻ ഇപ്പോൾ വേറൊരു മാർഗ്ഗമില്ല. ഒരു കണ്ണിന് കാഴ്ചയില്ല. ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെ രണ്ടാളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാക്കി കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിയുന്നത്. എൻ്റെ വീട്ടിലാണ് ഞാൻ 2 മക്കളെയും കൊണ്ട്. നമ്മളെ നോക്കാത്ത ഒരു ഫാമിലി ആയതുകൊണ്ട് അസുഖമൊക്കെ ആയപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കാമല്ലോ. കാഴ്ച പോകുന്നവരെ അവിടെ നിന്നിട്ട് ലാസ്റ്റ് കാഴ്ച പോയാൽ നീ പോയിക്കോ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഒരു മാർഗം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. എനിക്ക് ഇവിടെ ഇവരിയ്ക്കുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ 2 മക്കൾ അവിടെ എന്തൊക്കെ കൂട്ടിയിട്ട് കഴിക്കണ്ടോ ഒന്നും അറിയില്ല. അവർ ട്രിപ്ലറ്റ്സ് ആണ്. ഇതാണ് എൻ്റെ മോള് കേട്ടോ, അഞ്ചുട്ടി. ഓൾക്കും ആ വിഷമാണ് അവരില്ലാത്തത്. അപ്പോൾ എന്താ പറയുക, നമ്മളങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് മക്കൾക്ക്. മക്കളുടെ ഒപ്പം കൂടുമ്പോൾ പിന്നെ ഇവരെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളുടെ വിഷമങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഞാൻ ഓണായിട്ട് കൊണ്ടുവന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ബസ്സിൽ പോകാനൊക്കെ ഒരുപാട് പൈസ വേണം. 3 ബസ് കയറി പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് തന്നെ കൊണ്ടാക്കി കൊടുക്കും വേണം. ഞായറാഴ്ച വൈകുന്നേരം തന്നെ. അപ്പോൾ എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടലൊക്കെ ഉള്ള കാരണം വലിയൊരു സുഖമില്ല. അപ്പോൾ യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കുട്ടികളൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയൽവാസിത്തെ കുറച്ച് കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീട്ടിലൊക്കെ എപ്പോഴും ചിക്കനും ബിരിയാണിയൊക്കെ വയ്ക്കുന്ന കാരണം നമ്മളെ വീട്ടിലത്തെ സദ്യ അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പായസമൊക്കെ വെച്ചിട്ട് സാമ്പാറൊക്കെ വെച്ചിട്ടുള്ള സദ്യ
പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് കുറച്ച് പായസമൊക്കെ വെച്ചെടുക്കുകയൊക്കെ ചെയ്യട്ടാ നമ്മൾ. അപ്പൊ അമ്മ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ വാതിൽ തുറന്ന് പോയപ്പോ അനിയത്തി അവിടെ പായ മടക്കി പിടിച്ചതാണ് കേട്ടോ. ടേബിൾ ഇല്ല പരാതി പറയല്ല, ടേബിൾ ഇടാനുള്ളൊരു സൗകര്യം ഇല്ല കേട്ടോ. ഇനി ഒരു ടേബിൾ ഒന്ന് വാങ്ങിയാൽ തന്നെ ഒരു പഴയ വീടാണ്. ഇനി എന്തെങ്കിലും നല്ല വീടൊക്കെ ആവുമ്പോൾ നമുക്ക് നല്ല ടേബിളൊക്കെ ഉണ്ടാക്കാം. ഇതിന്റെ വീടാണ് കേട്ടോ. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് ഈ വീട്ടിൽ നിന്നാണ്. ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. അതിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടൊരു ലൈഫ് തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ചാടി പോണ കുട്ടികളോടൊക്കെ പറയാണ്, ഇപ്പൊ കാണുന്നതല്ല മക്കളെ ഈ ജീവിതം. നമുക്ക് സ്വന്തമായിട്ടൊരു ജോലിയും വരുമാനവും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് വല്ല അസുഖങ്ങളോ എന്തെങ്കിലും കാര്യമൊക്കെ ആയിട്ട് നമ്മളൊരു ഉപേക്ഷിക്കപ്പെട്ട നിലയിലാവുമ്പോൾ നമുക്ക് തിരിച്ചു തരാൻ നമ്മളുടെ വീടെങ്കിലും വേണം. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് പ്രത്യേകം ഉണ്ടാവണം. ഞാൻ ഇതിന്റെ അനിയത്തിയാണ് കേട്ടോ. ചേളാരിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടായതാണ് ഇവള് ഇങ്ങനെ പൂട്ടുമ്പോഴൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഞാൻ മോളോട് എപ്പോഴും പറയും, നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം കൂടി ഓർത്തിട്ട് വേണം പോവാൻ. അസൂയക്കല്ലേ ഇപ്പൊ സച്ചു വന്നിട്ട് പറഞ്ഞത്, അമ്മ എന്തിനാ എല്ലാരും പറഞ്ഞയച്ചത്. 2 മക്കൾ അമ്മർത്ത് മേശാൻ വേണ്ടി ഹെൽമെറ്റ് എടുത്തിട്ട് സുമതി മാമിക്ക് കേട്ടോ കൊടുക്കുക. ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളെ അടുത്ത വീട്ടിലത്തെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അമ്മയ്ക്കൊന്നും കാലിന്റെ മുട്ട് മടക്കി വെച്ചിരിക്കാൻ വയ്യ, അനിയത്തിക്കൊന്നും. എല്ലാവർക്കും മുട്ടിന്റെ പ്രശ്നമുള്ളവരാണ്, അതാണ് അവരങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, ഇതെന്താ നീട്ടി വെച്ചെന്ന് വിചാരിക്കും. ഇത് മടങ്ങൂല. അമ്മയ്ക്കൊക്കെ മുട്ടിന് അസുഖമൊക്കെ ഉള്ളതാണ്, തേയ്മാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കാലിന്റെ മുട്ടൊന്നും മടങ്ങൂല. അതുകൊണ്ട് അങ്ങനൊന്നും കമന്റ് ഇടരുത് കേട്ടോ. അതെന്താ കാലിങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്നൊന്നും ചോദിച്ചിട്ട്. അപ്പോൾ താഴത്തിരുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ് കേട്ടോ. സ്കൂളുണ്ട്. അപ്പൊ പിന്നെ അവൾക്ക് ഇതുപോലെ 2-3 ബസ് കയറിയിട്ടൊക്കെ വേണം പോവാൻ. തിരൂരിന്ന് ചേളാരിയാണ്. അപ്പൊ അവരെല്ലാരും പോവുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ് എടുത്തത്. വീഡിയോ എടുക്കാനൊന്നും അധികം സമയം ഉണ്ടായിരുന്നില്ല, പാചകവും കാര്യങ്ങളും ആയ കാരണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ വിജയിച്ചാൽ മാത്രമേ എനിക്കൊരു നിലനിൽപ്പുള്ളൂ. അപ്പം എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യും എന്ന് കരുതുന്നു. ഇനി നാളെ പുതിയൊരു വീഡിയോയായി കാണാം ട്ടാ.